بسم الله الرحمن الرحيم. الحمد لله الحمد لله وحده، الصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. بسم الله الرحمن الرحيم. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിന്റെ വലിയ നിഅമത്തിനെ കൊണ്ട് മറ്റൊരു ദിവസം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അള്ളാഹിന്റെ ദിക്റിലായി ഒരുമിച്ച് കൂടാൻ പറ്റിയിട്ടുണ്ട്. നമ്മള് എപ്പോഴും ഓർക്കാറുള്ളത് പോലെ തന്നെ ഏതൊരു അമലും അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റണത് അതിന്റെ ഇഖ്ലാസിനെ കൊണ്ടാണ്, അതിന്റെ ഇഹ്ബാറു നിയ്യനെ കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മളെ ആ ഒരു ക്യാപ്ഷൻ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് നമ്മുടെ റബ്ബിന് മാത്രമായിട്ട്, ആ മാത്രം എന്നുള്ളത് ഞാനാണെങ്കിൽ ബോൾഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, മാത്രമായുള്ളത് എന്നുള്ളതാണ്. അപ്പൊ സുബ്ഹാനല്ലാഹ്, നേരെ തന്നെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ആ വിഷയം തന്നെ, ആ വിഷയം പലവരും നമ്മൾ പറഞ്ഞതാണെങ്കിൽ കൂടി നമ്മുടെ ജീവിതത്തില് ഏറ്റവും കാപ്പും കാതലുമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ ജോയിൻ ചെയ്തത്? അവിടെ ഒരു ദഅവത്തുള്ളന്റെ എന്തുണ്ട്, സെഷൻ ഉണ്ട്. ഞാനൊന്ന് കേറിക്കളയാം, ഈ സമയം ഒന്ന് വെറുതെ ഏതായാലും ഫ്രീ അല്ലേ, ഒന്ന് കേട്ടളയാം. അങ്ങനെയാണെങ്കിൽ അതേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസായിട്ടുള്ള ഹദീസ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തില്, അത് റസൂലുള്ളാഹ് വ്യക്തമാക്കി അറുത്തു മുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രം അവനക്കുള്ളൂ. ഇനി മറ്റൊരു കൂട്ടർ ചിന്തിക്കണം എന്താണ്, എനിക്ക് ഏതായാലും ഉറക്കമില്ല, എന്നാ കേട്ടുകളയാം. ഇനി വേറൊരു കൂട്ടർ ചിന്തിക്കണം എന്താണ്, ഇതെന്താ പുതിയ ലിങ്ക്, ഇതിൽ എന്താണെന്ന് നോക്കിക്കളയാം. അത്തരത്തിലുള്ള കളയലുകളും കേൾക്കലുകളും ആണെങ്കിൽ അതേ ഉള്ളൂ നമുക്ക്. മറിച്ച് അവിടെ അള്ളാഹുവിന്റെ ദിക്റിലായിക്കൊണ്ട് ഒരു കൗമ് അവർ ഒരുമിച്ച് കൂടുന്നതിന്റെ ഫദായില് പറയുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ആ ഹദീസുകളിൽ പലതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട് സാന്ദർഭികമായിട്ട് പലപ്പോഴും. എന്നിരുന്നാൽ കൂടി നമ്മളെ ഇഖ്ലാസിന് വേണ്ടി ഒന്നും കൂടി ഓർമ്മപ്പെടുത്തട്ടെ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു ടീം അവർ അള്ളാഹിന്റെ ദിക്റിലായിക്കൊണ്ട് അങ്ങനെ അവരുടെ അമലുകളെ ഹിസാബ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ അവരുടെ അമലുകളെ ഏറ്റവും നന്നാക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ടോ അള്ളാഹിലേക്ക് തൗബ ചെയ്ത് അള്ളാഹ്ക്ക് ഖാലിസായി മുഅ്മിനാത്തുകളായിട്ട് മടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടീം അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, അവരെ അന്വേഷിക്കാനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്പെഷ്യൽ സ്ക്വാഡ് അള്ളാഹിന്റെ മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ മലക്കുകളെ ഡ്യൂട്ടി എന്താണ്? ആ മലക്കുകൾ ഇതിനായിട്ടാണ് രാവും പകലും അള്ളാഹിന്റെ അടുത്ത് റിപ്പോർട്ട് എത്തിക്കുകയാണ്. അള്ളാഹിനെ ഓർക്കുന്നവരെ, അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യുന്ന ആ ജമാഅത്ത് ഉണ്ടല്ലോ, ആ ടീമിനെ പറ്റിയിട്ട് പറയാനായിട്ട്. സുബ്ഹാനല്ലാഹ്, അവരുടെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്താണ് ആ മലക്കളോട് അവസാനം പറയുന്നത്? അള്ളാഹുവും മലക്കളും തമ്മിലുള്ള സംഭാഷണത്തിന്റെ അവസാനത്തിൽ അള്ളാഹ് പറയും, അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും അവര് എന്തടിസ്ഥാനത്തിലാണ് സ്വർഗ നേടുന്നതിനും അതുപോലെ തന്നെ നരകമോക്ഷത്തിനും അതും അവർക്ക് കൊടുക്കുക എന്നുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് നമുക്ക് ആ ഹദീസിന് കാണാൻ പറ്റും. അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, അള്ളാന്റെ ദിക്റിലായിക്കൊണ്ട് ഒരു ടീം അള്ളാനെ ഓർക്കുകയാണെങ്കിൽ, അള്ളാനെ പറ്റിയിട്ട് ഒരുവന് പറയുകയാണെങ്കിൽ അള്ളാഹ് അതിനേക്കാൾ നല്ല സംഘത്തിൽ വെച്ച് നമ്മളെ എന്താണ് പരാമർശിക്കും, നമ്മളെ പറ്റി ഓർക്കും എന്ന് പറയുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ പറ്റും, ഒരാളെന്താണ് നിറയെ പാപഭാരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സദസ്സിലേക്ക്, അള്ളാനെ ഓർക്കുന്ന ഒരു മജ്ലിസിലേക്ക് കടക്കുന്നത്. എന്നിട്ടോ ഓൻ അവിടുന്ന് ഇറങ്ങുന്നത് എങ്ങനെയാണെന്നും കൂടെ പറയുന്നുണ്ട്. എന്താണ്, എല്ലാ പാപവും കഴുകി കളഞ്ഞ് ഫുൾ ഫ്രീ ആയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ കയ്യിൽ ഇപ്പൊ രണ്ട് കയ്യിൽ ഒരു 10
10 കിലോ അല്ലെങ്കിൽ 15 കിലോ, രണ്ട് കയ്യിലും 15 കിലോ വെയിറ്റ് ഉള്ള മാലിന്യങ്ങളായിട്ട് നമ്മളൊരു സദസ്സിലേക്ക് പോവാണ്. ഭയങ്കര ഒരു സദസ്സിലേക്ക്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ മാലിന്യങ്ങൾ ഒഴിവാക്കി നമ്മളൊന്ന് ഫ്രഷ്നെസ് ആക്കി നമ്മളൊന്ന് കുളിച്ച് നമ്മളെ ശരീരത്തിലൊക്കെ നിങ്ങൾ കണ്ണി കാണണേ 10-15 കിലോ ഉള്ള മാലിന്യം വേസ്റ്റുകളാണ് നമ്മളെ രണ്ട് കയ്യിലുണ്ട്. നമ്മളെ ശരീരത്തിൽ ആ വേസ്റ്റിന്റെ ദുർഗന്ധം ഉണ്ട്. നമ്മളാണെങ്കിൽ അതിനെ കൊണ്ട് എടങ്ങേറാവുന്നുണ്ട്. നമ്മള് എല്ലാ തരത്തിലും ഒരു വൃത്തികെട്ട ഒരു രൂപം നമുക്ക് പറയാം അല്ലെ. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ മൈൻഡ് വന്നില്ലേ. നമ്മളും അതേ ചീഞ്ഞ് നാറി നമ്മളെ മുടിയും ശരീരവും തൊലിയും ഡ്രസ്സും ഒക്കെയും ആ ഒരു അഴുക്കായി നമുക്ക് തന്നെ നമ്മളോട് ഒരു അറപ്പ് തോന്നുന്ന രൂപത്തിൽ നമ്മളൊരു സദസ്സിലേക്ക് പോകുന്നു. ആദ്യം തന്നെ നമ്മളെ മാലിന്യങ്ങൾ അവിടെ ഡിസ്പോസ് ചെയ്യാൻ നല്ലൊരു സ്ഥലം, അവിടെ നമ്മൾ ആ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കി നമ്മളെ കയ്യിനെ ഫ്രീ ആക്കി. പിന്നീട് നമുക്ക് നല്ല ശുദ്ധജലം ഉണ്ട് അവിടെ. നമ്മൾ കുളിച്ചു, നല്ല വസ്ത്രം, നല്ല വൃത്തിയുള്ള നല്ല മറവുള്ള അഥവാ അത്രയും നല്ലതായിട്ടുള്ള വസ്ത്രങ്ങളുണ്ട്. നമ്മൾ ആ വസ്ത്രം ഇട്ടു. പോരാത്തതിന് നമ്മളുടെ മുടി പിന്നാനുള്ള നല്ലൊരു സൗകര്യം, അത് നമ്മളെ മുടിയെ വാരി ഒതുക്കി. ഇനിയോ നമുക്ക് അവിടെ ഒരു റാഹത്തിന് വേണ്ടി, റാഹത്ത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സുഗന്ധങ്ങൾ അത് നമ്മൾ ഉപയോഗിച്ചു. നമ്മൾ അവിടുന്ന് നിന്നിട്ട് ഇറങ്ങി പോരുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും? ഇത് രണ്ടും ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ മൈൻഡിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ശരിക്കും നമ്മൾ അനുഭവിച്ച മാതിരി ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതും അതന്നെയാണ്. ഇങ്ങനെയായിരിക്കും ഒരാള് ഒരു സദസ്സില്, അള്ളാഹിനെ ഓർക്കുന്ന സദസ്സിൽ അവിടെ എത്തുന്നത്. നമ്മൾ പറഞ്ഞ മാലിന്യം കണക്കേയിരിക്കും. എന്നിട്ട് അവിടെ എത്തി അള്ളാഹിനെ പറ്റി ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹിനെ പറ്റി അവർ ചിന്തിക്കുന്നു, അള്ളാഹുവിന്റെ മഹത്വത്തെ അസുമത്തിനെ അവർക്ക് മനസ്സിലാവുന്നു. എന്നിട്ട് അവരെന്താ ചെയ്യണത്? അതിൽ നിന്ന് തൗബ ചെയ്ത് പുതിയ തീരുമാനങ്ങളുമായി പുതിയ ഇൽമ നേടി തന്റെ എന്താ പറയാ പാപം നിറഞ്ഞിട്ടുള്ള ചിന്തകളും മനസ്സൊക്കെയും കഴുകി വൃത്തിയാക്കി പോകുന്ന ഒരു വ്യക്തി. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആദ്യം കണ്ട ഒരു സുന്ദരമായ മുഖേരിക്കും ഇവിടെ ഉണ്ടാവുക. അങ്ങനെയാണ് പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു ജൽസയിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് ഓർക്കുക. ഈ പറയുന്ന വാക്കുകളെ കൊണ്ടല്ല, പക്ഷെ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടുന്നതിനെ കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഓരോ വിഷയവും നമുക്ക് പഠനാർഹമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തരുന്നത്. അതിന് ഓരോരുത്തരെ സബബാക്കുന്നു എന്നുള്ളത് മാത്രം. അപ്പൊ ഏതിരുന്നാലും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് എന്റെ റബ്ബിന് മാത്രം എന്നുള്ളതില് നമ്മുടെ ഈ ഞായറാഴ്ചകൾ പെടുമോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ അടുത്ത് കേട്ടൊരു ഒരു സംസാരത്തിൽ കേട്ട നല്ല ഭംഗിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാല് അതില് പറയണത്, അദ്ദേഹം ആ ഒരു ഒറേറ്റർ പറയണത്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളില് നിങ്ങൾ കൂടുതൽ ചെയ്യുന്ന പ്രവർത്തികൾ എന്ത് ചെയ്യണം? ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത, ഒന്നും ഇങ്ങോട്ട് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിക്കാത്ത, ദുന്യവിയായിട്ടാണ്, ദുന്യാവിന്റെ ഫേസ് ആണ്, ദുന്യാവില് അഥവാ മഹ്ലൂക്കുകളുടെ അടുത്ത് നിന്ന് ഒന്നും നമുക്ക് തിരിച്ചു കിട്ടൂലെന്ന് തോന്നുന്ന മേഖലകളിൽ എന്ത് ചെയ്യണം? നല്ല എക്സലൻസ് ആവണം. എന്നിട്ട് അവര് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിലാണ് സമയത്ത് ഉമ്മി എത്ര മക്കൾക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്തു, മക്കളെ നല്ല സ്കൂളിലാക്കി, നല്ല പഠനം കൊടുത്തു, അതാക്കി ഇതാക്കി, കുട്ടീനെ പെൺകുട്ടിയാണെങ്കിൽ നല്ലൊരാളെ കയ്യിൽ ഏൽപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു. പിന്നെയും അവിടുന്ന് ഓരോ തവണ വരുമ്പോഴും അങ്ങനെ, ആൺകുട്ടിയാണെങ്കിൽ നല്ലൊരു ജോലിയിലാക്കി അവനെ സെറ്റിലാക്കി. ഇവിടെ എല്ലാ ദിവസവും ഇപ്പ നമ്മളെ നല്ല സ്കൂളിൽ ചേർത്തു. അപ്പൊ നമ്മള് ഉപ്പ ജസാക്കുമുല്ലാഹു ഖൈർ, വളരെ നന്ദിയുണ്ട്. രണ്ടാമത് ഉപ്പ നമുക്ക് നമ്മളെ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് കോളേജിലാക്കി, ഇപ്പ വളരെ നന്ദിയുണ്ട്. അങ്ങനെ ഓരോരോരോ ലെവലിലും ഓരോ അപ്ഡേഷൻ നമുക്ക് തരുമ്പോൾ നമ്മൾ വളരെ നന്ദി രേഖപ്പെടുത്തോ നിൽക്കോ? ഇല്ല അല്ലേ? അതങ്ങനെയാണ്. അതേപോലെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള നമ്മൾ അത്തരത്തിലുള്ള ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലൊക്കെ നമ്മൾ എത്രമാത്രം അവിടെ ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ പോലും ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യില്ല, അവിടെ പ്രോപ്പർ ആയിക്കൊണ്ട് ശുക്ർ കിട്ടൂല അല്ലെ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രോപ്പർ മിക്കപ്പോഴും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ആ ഒരു നന്ദിയുടെ വാക്കുകൾ പോലും നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. പോരാത്തതിന് അത് മാത്രമല്ല, നന്ദിന്റെ വാക്കുകൾ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, നന്ദിത്തരത്തിന്റെ വാക്കുകളേക്കും ചിലപ്പോ നമ്മളൊന്ന് ചെയ്താല് കിട്ടാൻ ചാൻസ്. അത് ഞാന് എല്ലായിടത്തും എപ്പോഴും അങ്ങനെ എന്നല്ല, പക്ഷെ അതങ്ങനെ ഉണ്ടായിരിക്കാം.
അപ്പൊ അവരവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തില് നമുക്ക് എവിടെയും കേൾക്കൂല, അതൊരു അപ്രീസിയേഷന് വേണ്ടിയിട്ട് നമുക്ക് അപ്രീസിയേഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മളെ പൊക്കി നമ്മളെ ഒരു ഹൈപ്പിൽ എത്തി നിർത്തുന്ന അങ്ങനതൊന്നും കിട്ടാത്തതായിട്ടുള്ള മേഖലകളിൽ നിങ്ങൾ പെർഫെക്റ്റ് ആവുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നു. ആ മാഷല്ലാ, ഇന്നലെ 5 വക്ത് നിസ്കരിച്ചു, നാളെ അങ്ങനെ 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 പറഞ്ഞിട്ട് നമ്മളെ നിസ്കാരത്തെ ആരെയും ക്രിട്ടിസൈസ് ചെയ്ത് നമ്മള് പുറത്തു വന്ന് തട്ടാൻ നിൽക്കോ? ഇല്ല. അത് ഖാലിസൻ ലില്ലാഹ് ആവണം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെല്ലാരും ഡോക്ടേഴ്സ് ആണ്, എഞ്ചിനീയേഴ്സ് ആണ്, IAS ആണ്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് അള്ളാ IAS ആണ്, കളക്ടർ വരുന്നുണ്ട്, ആ ഒരു ഡോക്ടറാണ്, മറ്റോടത്താണ്, എവിടെയാണ്, ആ ഒരു എഞ്ചിനീയർ ആണ്. നമുക്ക് അവിടെ നമ്മളെ കരിയർ വൈസ് നോക്കുമ്പോ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവും അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പോ പറഞ്ഞു വന്നത്, നമ്മുടെ അമലുകൾ, നമ്മളെ ഇനി കരിയർ ആണെങ്കിലും നമ്മളുടെ പേഴ്സണൽ ആണെങ്കിൽ പോലും നമ്മുടെ അമലുകളിൽ എന്താവണം? അത് ഖാലിസനാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടത് എന്താണ്? ഖാലിസ് ആയിട്ടുള്ള അമലാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ആണ് അള്ളാഹ് സുബ്ഹാനഹു വ തആലക്ക് ഇഖ്ലാസ് ഉള്ള അമലുകൾ, അഥവാ ഇഖ്ലാസ് അമലുകൾ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും ഇഖ്ലാസ് വേണമെന്നുള്ള നിർബന്ധം ഇല്ലായിരുന്നെങ്കിൽ, ഇഖ്ലാസ് ഉള്ളത് മാത്രമേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. ഇഖ്ലാസ് എന്താന്ന് നമ്മൾ പല തവണ ആയിട്ട് പറഞ്ഞതാണ്. ഇഖ്ലാസ് ഉള്ളത് എന്താ? ഇഖ്ലാസ് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുള്ളൂ. അതല്ലായിരുന്നെങ്കിൽ അള്ളാഹ്ക്ക് എന്ത് ചെയ്യേണ്ടിയിരുന്നില്ല? പരിശുദ്ധ ഖുർആനിലെ മുനാഫിഖുകളെ ഇത്രയധികം കഠിനമായിട്ട് പരാമർശിക്കുമായിരുന്നില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. കാരണം എന്താണ്? മുനാഫിഖുകളുടെ അമലുകൾ മുഴുവൻ എന്താണ്? ഇഖ്ലാസ് ഇല്ലാത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്ന് ആലോചിച്ച് നോക്കി, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് അത്രയും കഠിനമായി കൊണ്ട് ആക്ഷേപിച്ച ഒരു ടീം, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിഖീങ്ങൾ എന്ന്. വയുഅദ്ദിബുല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് വൽ മുശ്രികീന വൽ മുശ്രികാത്ത് വദ്ദാലിമീന ബില്ലാഹി ദന്ന സൗ. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ഒരു ഓർഡർ അത്രമാത്രം അത് ശക്തമായതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ ഒരു ഓർഡറിൽ തന്നെ അവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ മുനാഫിഖീങ്ങളാണ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ എന്ന് പറയുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഇഖ്ലാസ് എന്നുള്ളതിന്റെ ഇമ്പോർട്ടന്റ് എത്ര മാത്രമാണ് ദീനിലുള്ളത് എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, നമ്മളെ അമലുകളെ ഹിസാബ് ചെയ്തേ പറ്റൂ. എന്റെ ഫജർ എന്റെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരുന്നോ? ഖാലിസൻ ലില്ല, അള്ളാഹ്ക്ക് മാത്രം. ഖാലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്രം എന്നാണ്. ലബനൻ ഖാലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം ചേർക്കാത്ത പാലാണ്. അതേപോലെ നമ്മൾ അമലുകളായി തീർന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിനുള്ള നല്ലൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അഥവാ നമ്മുടെ അമലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അമലുകൾ നമ്മളുടെ ശരീരമാണ്. അമലുകൾ നമ്മുടെ ശരീരമാണ്. എന്നാൽ ഇഖ്ലാസ് എന്നുള്ളത് അത് ആത്മാവാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആത്മാവില്ലാത്ത ശരീരത്തെ എന്താ നമ്മൾ പറയാ? കമന്റ് ചെയ്താണ്. ആത്മാവില്ലാത്ത ശരീരത്തിനെ നമ്മൾ എന്താ വിളിക്കുക? ഒരു ശരീരം, അതിൽ ആത്മാവില്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? അത് മയ്യത്താണ് എന്ന് പറയും അല്ലെ? റൂഹില്ലാത്ത ശരീരം എന്താണ്? അത് മരിച്ചതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഒന്ന് ആലോചിച്ച് നോക്കി, ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ അത് മരിച്ചതാണ്. ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ അത് വേസ്റ്റ് ആണ്. ഇത് പറയണ സമയത്ത് അത്രയേറെ പേടി നമുക്ക് ഓരോരുത്തർക്കും, ഈ പറയുന്ന ആദ്യം എനിക്കുണ്ടാവണം, കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ മുൻപില് നാളെ എത്തി 10ഉം 20ഉം 30ഉം 40ഉം 50ഉം 60ഉം 70ഉം വർഷം അള്ളാന്റെ ഭൂമിയില് അള്ളാന്റെ ശുദ്ധമായ വായു ശ്വസിച്ചിട്ട്, സുബ്ഹാനല്ലാഹ്, ഒപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഈ യുദ്ധക്കോപ്പുകൾ, നമ്മൾ എപ്പോഴും നമ്മളുടെ അവസ്ഥകളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ എത്ര നിഅമത്തിലാന്നുള്ളത്. അപ്പുറത്ത് നമ്മളുടെ സഹോദരന്മാര് അള്ളാല് വിശ്വസിച്ചതിന്റെ പേരില് പലരും കഠിനമായ പീഡനം അനുഭവിക്കുന്നുണ്ട്. ശുദ്ധമായ വായു പോലും നിഷേധിക്കപ്പെടുന്നുണ്ട്.
ഒന്ന് ആലോചിച്ച് നോക്കി. ശുദ്ധമായ ഒരു അന്തരീക്ഷം അവർക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. യുദ്ധവിമാനങ്ങളുടെ ആ ഒരു അമർച്ചകൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന സമയം ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റ് നമ്മൾ ഹമ്മിങ് ബേർഡിന് ശബ്ദം ഉണ്ടാക്കി നോക്കി എന്നുള്ളത്. ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി, ഭയങ്കര അലവരസം തോന്നും, ഭയങ്കര ഇറിറ്റേഷൻ തോന്നും നമുക്ക്. 24 മണിക്കൂർ അത് കേൾക്കുന്ന ഒരവസ്ഥ. ശുദ്ധമായ അന്തരീക്ഷം നിഷേധിക്കപ്പെട്ടവരുണ്ട്. ശുദ്ധമായ വെള്ളമില്ല, കുടിക്കാനില്ലാത്തവരുണ്ട്. നമ്മൾ കുറച്ച്, അല്ലെങ്കിൽ 1, 2, 3 വർഷങ്ങൾക്ക് മുന്നേ നമ്മളിത് പറയുമ്പോ ഓക്കെ, നമുക്ക് ചിന്തിക്കാൻ, കുറച്ച് ചിന്തിച്ചെടുക്കാൻ ഇപ്പോഴും അങ്ങനൊക്കെ ഈ ഒരു വലിയ നൂതന കാലഘട്ടത്തിൽ ഇങ്ങനൊക്കെ ഇപ്പൊ നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിത്തിരി ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഒരു മിനിറ്റ് അഫ്വൻ, ഒരിറ്റ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് നിന്നിട്ട് ആ ഭക്ഷണമായിട്ട് വരുന്ന സമയത്ത് മരിച്ച ആൾക്കാരുണ്ട്, മരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളടത്തുനിന്ന് നമ്മൾ എത്ര അനുഗ്രഹീതരാണ് അല്ലെ? എന്നിട്ട് നാളെ അള്ളാന്റെ മുൻപിൽ നമ്മൾ എത്തി. അള്ളാഹ്ക്ക് ഖാലിസായിട്ട് എന്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുമ്പോ നമ്മൾക്ക് എത്ര അമലുകളാണ് കാണാൻ പറ്റുക. മരിച്ച അമലുകളായിക്കൊണ്ടുള്ള എത്ര, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ അമലുകൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ അമലുകളെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്തി നോക്കി. എത്ര എത്ര എന്താണ് എന്താ പറയാ, ചീഞ്ഞു നാറുന്ന, ഇഖ്ലാസ് ഇല്ലാത്ത, ആരൊക്കെയോ കാണാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ അമലുകളായിട്ടാണ് നമ്മളുടെ യാത്ര എങ്കില് സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ അടുക്കല് അതിനുള്ള സ്ഥാനം എന്തായിരിക്കും? ഇനി അതുപോലെ തന്നെ ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്തത് എന്താണെന്നുള്ളത് തുടർന്ന് ഇപ്പൊ തന്നെ പറയും. ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ എന്താണെന്ന് അറിയോ? മണൽ സഞ്ചരിച്ചിട്ട്, എന്താ പറയാ, നിറച്ച സഞ്ചികളാണ്. മണൽ നിറച്ച സഞ്ചികളായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്കത് കഠിന ഭാരാണ്. അയാൾക്ക് യാതൊരു ഉപകാരവും ചെയ്യൂല, ഒരു പോഷണവും ചെയ്യൂല. ഇതുമാതിരിയാണ് ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ. നമ്മളെ സുബഹി എങ്ങനെയാണോ, നമ്മുടെ അസ്കാർ സബാഹ് എങ്ങനെയായിരുന്നോ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച അസ്കാർ സബാഹിലെ ഒരു പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ ഫാത്തിറസ് സമാവാതി വൽ അർദ്, അല്ലെങ്കിൽ മറ്റൊരു റിവായത്തിൽ വന്ന പോലെ അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രാർത്ഥന. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുൽക്കിയത്തിനെ, അള്ളാഹിന്റെ ആ ഒരു എന്താ പറയാ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മതിയായതാണ് എന്നുള്ള ഒരു ചിന്തയെ നമ്മൾക്ക് ആർക്കെങ്കിലും കടന്നു വന്നിട്ടുണ്ടായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, റസൂലെ എനിക്ക് രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള തന്റെ സാഹിബിന് കൊടുത്തിട്ടുള്ള പ്രാർത്ഥനയാണിത്. ലാ ഇലാഹ ഇല്ല അൻത റബ്ബി കുല്ലി ഷൈഇൻ വ മലീക. എന്നിട്ട് അടുത്ത ചോദിക്കുന്നത്, ഇനി നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് ഖാലിസായി പ്രാർത്ഥിച്ചവർക്ക് അള്ളാഹ് പ്രൊട്ടക്ഷൻ കൊടുക്കും അല്ലേ? സംശയമുണ്ടോ? ഇനി അള്ളാഹിനോട് ചോദിച്ചത്, പിന്നെ നമ്മൾ ചോദിച്ചത് എന്താണ്? അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി ശൈത്താനി വശിർകി. എന്താ ചോദിച്ചത്? അഊദു ബിക മിൻ ശർരി നഫ്സി, എന്റെ നഫ്സിന്റെ ഷർറുകളിൽ നിന്ന് അള്ളാഹ് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. നമുക്ക് തോന്നുന്നുണ്ട് അള്ളാഹിനോട് ആത്മാർത്ഥമായി ചോദിച്ച ഒരാൾക്ക് അള്ളാഹ് കൊടുക്കൂലെന്ന്? ഒരു ഡൗട്ടും ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കന്നെ ചെയ്യൂലേ? സുബ്ഹാനല്ലാഹ്, ഇന്നലെ നമ്മൾ അസ്കാറു സ്വബാഹ ചൊല്ലി. ഇന്നലെ നമ്മൾ എത്രമാത്രം തെറ്റുകൾ ചെയ്തു, ഇന്നലെ നമ്മൾ എത്ര പിഴവ് വന്നുപോയി. ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചിരുന്നല്ലോ എന്നുള്ള ആ ഒരു
ആ പ്രാർത്ഥനയുടെ ആ ഒരു എന്താ പറയാ കൂവത്തിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും വിട്ടു നിൽക്കാനായോ? ഇനി ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര സുബ്ഹാനല്ലാഹുകൾ പറയാണ്, എത്ര അസ്തഗ്ഫിറുള്ളാഹുകൾ പറയാണ്, അതിൽ എത്ര മാത്രമാണ് ഖാലിസ് ഉള്ളത്? അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹ്ക്ക് പുറത്തരണം, എന്നെ പുറത്തരണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് എത്ര പരിശുദ്ധനാണ്. എന്റെ പരിശുദ്ധിയെ കവച്ചു നിൽക്കാൻ ഒന്നും തന്നെ ഇല്ല. അള്ളാഹ് നിനക്ക് മാത്രമാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന അതിശക്തമായിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ ഖാല അബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ഖത്തു ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുസ് സമാ ഹത്താ തുഫ്ദിയ ഇലൽ അർശ്. എന്താണ്? സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഈ ലഫ്ലുകൾ ഞാൻ പറഞ്ഞത്. ഒരടിമയും എന്താണ് പറയുന്നില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു അടിമ പറഞ്ഞു. എങ്ങനെയാണ്? മുഖ്ലിസൻ ഖത്ത്, ഇഖ്ലാസോട് കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻക്ക് ആകാശ കവാടങ്ങള് മുഴുവനായി അവൻക്ക് തുറക്കപ്പെടും. എത്ര വരെ? അവന്റെ അമലുകൾ ആകാശത്തിലേക്ക് അർശിലേക്ക് ഉയർത്തപ്പെടുന്നത് വരെ അത്രമാത്രം ആകാശത്തിന്റെ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുന്നു. ഇനി എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്? സുബ്ഹാനല്ലാഹ്, എത്ര ലളിതമായ വാക്കാണ്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ആർക്കും, ഒരു മിനിറ്റ് ക്ഷമിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ആർക്കും പലപ്പോഴും ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് ആത്മവിചാരണ ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, യൂനുസ് നബിയുടെ പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പണ്ഡിതന്മാര് പറഞ്ഞതായി കാണാൻ പറ്റും, നിങ്ങളൊരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടാൽ, നിങ്ങൾക്കൊരു ഹമ്മോ ഹസനോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? യൂനുസ് നബിനെ ഫനജ്ജയ്നാഹു മിനൽ ഗം, ആ ഭയങ്കരമായിട്ടുള്ള ഗമ്മിൽ നിന്ന് യൂനുസ് നബിനെ രക്ഷിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് അത് നമ്മിലേക്ക് ഇറങ്ങാത്തത്? ഒരു സങ്കടം വരുന്ന സമയത്ത്, ഒരു വിഷമം വരുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അത് മതിയാവുന്നില്ല. വല്ലാഹി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെ ഹൃദയത്തെ ഒന്ന് കീറി മുറിച്ച് നമ്മളെ ഹൃദയത്തിനുള്ളിലുള്ളത് എന്താണെന്നുള്ളത് നമ്മളൊന്നൊരു ആത്മപരിശോധന നടത്തുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമാവും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളറിഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തന്നെ നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ? അത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വാക്കാണത്. എനിക്ക് എന്റെ അമ്മ മാത്രം മതി. അതാണ് അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത അങ്ങേയറ്റത്തെ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അതിറങ്ങിയവൻക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വ്യക്തമായിരിക്കും. അല്ലെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, വേറൊരു ഇലാഹും ഇല്ല. പലപ്പോഴും നമുക്ക് പലതിനും പല ഇലാഹുകൾ ഉണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആദ്യം ഓരോ വിഷയങ്ങളിലും നമ്മൾ സമീപിക്കുന്നവരൊക്കെ ആരൊക്കെയാണ്? പലപ്പോഴും നമ്മള് ഇലാഹുകളുടെ ആബിദാണോ അതല്ല ഉടയോന്റെ ആബിദാണോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകള്, നമ്മുടെ കൗലുകള് അത് ഖാലിസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അത് നമ്മളെ ഹൃദയത്തിലേക്ക് ഇനിയും ഇനിയും ഇറങ്ങാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇറങ്ങിയ ഒരുവന്റെ നിലപാട് ശക്തമായിരിക്കും, അവന്റെ വാക്ക് ശക്തമായിരിക്കും. സുബ്ഹാനല്ലാഹ്, അവന്റെ ജീവിതം ശക്തമായിരിക്കും, അവന് ശക്തനായിരിക്കും. സുബ്ഹാനല്ലാഹ്, കാരണം എന്താ? അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹ് നീ അല്ലാതെ ഒരു ഇലാഹുല്ല, നീ മതി. സുബ്ഹാനല്ലാഹ്, അത് ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. നമ്മുടെ ഓരോ അമലുകളിലും ഓരോ സന്ദർഭങ്ങളിലും അത്
എന്താ പറയേണ്ടത്, പ്രതിഫലിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ മാത്രമാണ് അത് അവിടെ ഇഖ്ലാസ് ആവുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ഇഖ്ലാസ് ഇല്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹ്ക്ക് വേണ്ട. ഇഖ്ലാസ് ഉള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാരോ അവന്റെ അമലുകൾക്ക് അവൻക്ക് വേണ്ടിയിട്ടാണ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കണം, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റില്ല ആർക്കാണ്? ഭയങ്കര രസമുള്ള ഒരു കഥ നമ്മളെ ടീച്ചർ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുള്ളതായിട്ട് ഓർമ്മയുണ്ട്. അഥവാ ഒരിക്കൽ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാന്റെ ചരിത്രം പറഞ്ഞ സമയത്തായിരുന്നു. ചിലപ്പോ പലരും കേട്ടിട്ടുണ്ടാവും. അഥവാ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് തന്നെയാണ് ആ ഷെയ്ഖ് പറഞ്ഞു കൊടുത്ത കഥയാണ്. ഒരിക്കലും ഒരാൾക്ക് ഒരു തത്ത ഉണ്ടായിരുന്നു. ആ തത്തനെ, കുഞ്ഞി തത്തയാണ്, ആ തത്തനെ മേടിച്ച്, ആ തത്തനെ നമുക്കറിയാലോ, തത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്, തത്തക്ക് എന്ത് പറഞ്ഞു കൊടുത്തോ അത് തത്ത പറയും, തത്ത പറഞ്ഞോണ്ടിരിക്കും. ആ തത്തനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു. അങ്ങനെ തത്ത എന്ത് ചെയ്തു, എപ്പോഴും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിങ്ങനെ ചിലക്കുമ്പോഴൊക്കെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെ പറയാൻ തുടങ്ങി. അങ്ങനെ ഇത് അവർക്ക്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഷെയ്ഖിന് തന്നെയാണെന്നാണ്, പക്ഷെ ഞാനത് ഉറപ്പിക്കുന്നില്ല, മുന്നേ കേട്ട കഥയാണ്. അപ്പോ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഈ തത്ത ഇങ്ങനെ പറയും. അപ്പം അവർക്ക് ഭയങ്കര അത് സന്തോഷം ആയി മാറി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ തത്ത മരിച്ചു. അപ്പോ എന്താണ്, ഷെയ്ഖിന് ഭയങ്കര സങ്കടായി. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് പറഞ്ഞ, തത്ത, ഇത്രയും നല്ലൊരു തത്ത മരിച്ചത് കൊണ്ടാണോ, ചത്തുകൊണ്ടാണോ സങ്കടം? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുതിയ തത്തനെ മേടിച്ചിട്ട് ഇതേപോലെ തന്നെ മരിക്കാലോ എന്ന് പറഞ്ഞ സമയത്ത് അവിടുന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ തത്ത എൻ്റെ അടുത്ത് ചത്തതിനോ ഒന്നുമല്ല ഞാൻ കാരണത്, പക്ഷെ ആ തത്ത മരിക്കണ സമയത്ത് തത്തക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റിയില്ലല്ലോ. തത്തനെ വളർത്തിയത് മുതല് തത്ത മരിക്കണ വരെയും തത്ത എന്താ പറയണത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. തത്തന്റെ ചുണ്ടില് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ അതിനു പകരം ലാ ഇലാഹ ഇല്ലല്ലാഹ് തത്ത പറയണത്. പക്ഷെ മരിക്കുന്ന സമയത്ത് തത്തക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റില്ലല്ലോ. ഒന്ന് ആലോചിച്ചേക്ക്. ഇനി നമ്മളിലേക്ക് വരി, നമ്മളെ ലാ ഇലാഹ ഇല്ലല്ലാഹിനെ ഒന്ന് എന്താ പറയാ, ക്രിട്ടിസൈസ് ചെയ്ത് നോക്കി. നമ്മളും തത്തകളായി പോവോന്നുള്ളത് നമുക്ക് എന്ത് ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ വിധത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇതിൽ ആർക്കൊക്കെ പറയാൻ പറ്റും? 100%. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുവന്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചാൽ അത് അവന്റെ അവസാനത്തിലെത്തും. അതിൽ യാതൊരു സംശയമില്ല. നമ്മളുടെ അമലുകൾ ഈ തത്തയെ പോലാണോ എന്നൊന്ന് ആലോചിച്ചേക്ക്. തത്തക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റില്ല. കാരണം എന്താ, തത്ത അത് ഹൃദയം കൊണ്ടല്ലല്ലോ പറഞ്ഞത്. തത്ത അതിനെ യജമാനൻ പഠിപ്പിച്ചു കൊടുത്തു, അത് തത്ത ഇങ്ങനെ പാടി. തത്ത പാടിയതുപോലെയാണോ നമ്മുടെ നിസ്കാരങ്ങൾ? തത്ത പാടിയതുപോലാണോ നമ്മുടെ ഖിറാഅത്തുകൾ, ഖിയാമുകൾ, സിയാമുകൾ, നമ്മുടെ കലിമാത്തുകൾ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രം എന്നുള്ളത്, ആ മാത്രം എന്നുള്ളത് ഭയങ്കരാണ്. പ്രത്യേകിച്ച് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി നമ്മളെ മക്കൾക്കും എന്താണ് അഹ്ലിനും വേണ്ടിട്ട്, നമ്മളെ അഹ്ലിന് വേണ്ടിയിട്ട് നല്ലൊരു ഭക്ഷണം ഒരുക്കി ടേബിളിൽ ഒരുക്കി വെച്ച്, നമ്മള് ലേറ്റ് നല്ല വീട്ടിലുള്ള നല്ല ലേറ്റ് ഇട്ട് ടേബിളൊക്കെ നല്ല വൃത്തിയാക്കി നല്ല പ്ലേറ്റ് കൊടുന്ന്, അഥവാ നമ്മൾ കൂടുതൽ ഇഖ്ലാസോട് കൂടിയിട്ട്, കൂടുതൽ ആഗ്രഹിച്ച് ഇഷ്ടത്തോട് കൂടിയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കി. ഫുഡൊക്കെ എല്ലാരും നല്ല അടിപൊളിയായിട്ട് കഴിച്ച് ഓരോ നീച്ചു പോയി പാത്രം കഴിക്കി. എവിടോ നമുക്ക് സങ്കടം വരൂലേ? ഇതിന് രണ്ട് ഫേസ് ഉണ്ട്. ആദ്യം നമ്മളെ ഫേസ് ചെയ്യാൻ പറയാണ്. എവിടോ നമുക്ക് സങ്കടം വരില്ലേ? ഞാൻ അത്ര ഉണ്ടാക്കി എടുത്തിട്ട് രസമുണ്ടെന്നെങ്കിലും പറഞ്ഞില്ലല്ലോ, ഇതൊക്കെ തിന്ന് നീച്ച് പോയിക്കണം, അല്ലാത്ത സാധനങ്ങൾ തന്നെ ചിലപ്പോ നമുക്ക് തോന്നിയേക്കാം. വല്ലാത്ത സാധനങ്ങളിൽ നിന്ന് തോന്നിയിട്ടില്ലെങ്കിലും എന്നാലും ഒരഭിപ്രായം പോലും പറഞ്ഞില്ലല്ലോ. ഇത്ര കഷ്ടപ്പെട്ട് ചിലപ്പോ നമ്മള് തലേ ദിവസത്തെ ഉറക്കം നഷ്ടപ്പെടുത്തി, ചിലപ്പോ നമുക്ക് അങ്ങനെ വയ്യാണ്ടായടുത്തൊന്നും ഉണ്ടാക്കി ഇതായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആക്കി ഉണ്ടാക്കിയിട്ട് ചിലപ്പോ കറിയിലോ ചോറിലേറ്റോ ഒരൊറ്റ
മുടി ഉണ്ടാവുള്ളൂ. ആ മുടി കണ്ടിങ്ങനെ അങ്ങോട്ട് ഭയങ്കര ആക്രോശങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഉള്ളില് പറയില്ലേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ആ ഒരു പോരായ്മല്ല ഓർക്ക് കാണാൻ പറ്റിയത്, ഓക്ക് കാണാൻ പറ്റിയത് നമുക്ക് തോന്നൂലേ? പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസിനെ പരിശോധിക്കണം. കാരണം നമ്മളെ റബ്ബിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ നമുക്കത് അവിടെ അങ്ങനെ തോന്നരുത്. സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര എക്സ്ട്രീം ലെവലാണ്. ഞാനിത് പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കണതൊക്കെ എന്റെ മൈൻഡിൽ വരുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോ നമ്മൾക്ക് അത് എങ്ങനെയാണ് പറ്റും റബ്ബെന്ന് നമുക്ക് ചിന്ത വരുന്നുണ്ട്. അവിടെ എത്തണം. അതാണ് ഏറ്റവും മഹോന്നതമായിട്ടുള്ള ലെവല്. ഇനി ഇത് ഞാൻ പറഞ്ഞതിന് 2 ഫേസ് ഉണ്ടെന്ന്. ഇതൊരു ഫേസ്. ഇനി നമ്മളാണ് മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ എന്ന് കരുതാം. നമുക്ക് നമ്മളെ ഉമ്മയാണ് നല്ല ഫുഡ് ഉണ്ടാക്കിയെന്ന്, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ടാണ് ഉണ്ടാക്കിയെന്ന്, നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അപ്രിസിയേറ്റ് ചെയ്യണം. അതെന്തിനാന്നറിയോ? ഞാന് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യണത്, ഞാനല്ലെങ്കിൽ അവരെ നല്ല ഫുഡാണ് കേട്ടോ മാഷാ അല്ലാ എന്ന് പറയുന്നത് എന്തിനാണ്? അത് നമ്മളെ ക്വാളിറ്റിയാണ്. നമ്മൾ ഇത്ര നന്ദി കെട്ട, എന്താ പറയാ, കിട്ടിയതൊക്കെയും തിന്നിട്ട് അല്ലെങ്കിൽ കിട്ടിയതൊക്കെയും ആസ്വദിച്ചിട്ട് അതിനൊരു ശുക്ർ പറയാത്ത നന്ദി കെട്ട ഒരു വ്യക്തിത്വമല്ല ഞാനെന്ന് എന്നുള്ളതിന്റെ നമ്മുടെ പേഴ്സണാലിറ്റിയാണത്. മനസ്സിലായോ? അടിമകളോട് എന്ത് ചെയ്യാണ്ട് മനുഷ്യന്മാരോടും ശുക്രുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല സമയത്ത് അതെന്ത് ചെയ്തിട്ടുണ്ട്? പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ ഇഷ്ടം പോലെ അത് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും യുദ്ധസമയത്ത് പല സ്വഹാബത്ത് അവരുടേതെല്ലാം കൊടുക്കുന്ന സമയത്ത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, നാളെ നിങ്ങൾക്ക് ഇതുണ്ട് കേട്ടോ, നാളെ നിങ്ങൾക്ക് ഇതാണ് അള്ളാഹ് തരാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനെങ്കിലും നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റണം. അവര് കേൾക്കണം. ജസാക്കുമുല്ലാഹു ഖൈറ. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെന്ന് എന്റെ ഒരു ഫ്രണ്ട് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾക്കും പറഞ്ഞുതരാം. അഥവാ അവളെ ഫാമിലിയില് അവര് എന്തെങ്കിലും ആരെങ്കിലും അവർക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവര് കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് സ്വർഗത്തിൽ തരട്ടെ കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര രസല്ലേ? അല്ലെങ്കിൽ ഭയങ്കര സന്തോഷല്ലേ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച്. അപ്പൊ നമ്മൾ ആമീൻ പറയുന്ന സമയത്ത് നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവുന്നു. അത്തരത്തിൽ എന്ത് ചെയ്യണം? നമ്മള് പറയാം, എന്താണ് നമ്മൾ നടുന്നത് അത് നമുക്ക് കിട്ടും. അത് ഈ ലോകത്തല്ലെങ്കിൽ പരലോകത്ത്. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ഫേസ് ഞാൻ പറഞ്ഞത്, അത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതാണ്. മറ്റേ സൈഡിൽ നിൽക്കുമ്പോൾ നമ്മളെ ഫേസ് എന്തായിരിക്കണം? ഖാലിസനായിരിക്കണം. നമുക്ക് മനസ്സിന് പ്രതീക്ഷ കാരണം ഓരെന്താ പറഞ്ഞാലും എന്താ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചെയ്താൽ നിന്റെ അള്ളാഹ്ക്കറിയാം, ഇതിനുള്ളത് ഫുള്ള് എനിക്ക് അള്ളാഹ് തരും. എന്നാലോചിക്ക, നമ്മളെ എഫേർട്ട് പോലും ആ മനുഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ല. എന്ത് രസമുള്ള കാര്യമാണ്. എന്റെ അള്ളാഹ്ക്ക് ഫുള്ള് അറിയുള്ളൂ. എന്റെ അള്ളാഹ്ക്ക് മാത്രം അറിയുള്ളൂ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തത് എന്ന്. അവിടെ വല്ലാത്തൊരു, ഞാനും എന്റെ അള്ളയും തമ്മിലൊരു ബന്ധം വരാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അവസാനത്തെ നമുക്ക് എല്ലാവർക്കും ആ ഒരു ബന്ധം തരട്ടെ. അവിടെ ഒരു ഖാലിസാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ, നമ്മളെ നിസ്കാരങ്ങൾ വളരെ പേടിപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ഇബാദത്തുകളൊക്കെയും ഇത്തരത്തിൽ ഞാനും എൻ്റെ അള്ളയും തമ്മിലുള്ളതാണെന്നുള്ള ഒരു ബോണ്ട് നമുക്ക് വേണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ. എങ്ങനല്ലാണ്ട് നിങ്ങൾ ഇഖ്ലാസോട് കൂടി ദീൻ ഋജുമനസ്കരായി അള്ളാഹുവിന് മാത്രമായി കൊണ്ട് ഒരു കളങ്കവും ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അതേ അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ ചെയ്യാനാണ് അള്ളാഹ് കൽപ്പിച്ചത്. ആലോചിക്ക്, വമാ ഉമിറു, അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല, എങ്ങനെ ചെയ്യാനല്ലാണ്ട് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്കറിയാം സലഫുകൾ പറഞ്ഞിട്ടുള്ള അവരുടെ നിലപാടുകൾ. സലഫുകൾ പലരും പറഞ്ഞു കാണാൻ പറ്റും, ഇന്റെ നഫ്സിനെ ചങ്ങലക്കിടുന്നതിലും കഠിനമായിക്ക് ചങ്ങലക്കിടേണ്ടി വന്ന ഒന്നുമില്ലാന്ന്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തടവറ
നമ്മുടെ നഫ്സിന്റെ ഇച്ഛകളാണ്. അതിന് കീഴ്പ്പെട്ടവൻ ഏറ്റവും വലിയ ജയിലറയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നഫ്സിനെ കരുതിയിരിക്കുക. അള്ളഹാനോട് നഫ്സിന്റെ ഇച്ഛകളിൽ നിന്ന്, വമിൻ ശർരി നഫ്സി, നഫ്സിന്റെ ഷറുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വദഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളഹാനോട് ഇബാദത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാനാ പറഞ്ഞത്. ലാ യഖ്ബലുൽ അഅമാല ഇല്ലൽ ഇഖ്ലാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, ഓരോ അമലുകളും അള്ളാന്റെ മുഖം കാംക്ഷിച്ചിട്ട്, അള്ളാഹ് കാണുന്നുണ്ട്. അതാണ് ഇഹ്സാന്. ഇഹ്സാനോട് കൂടിയിട്ട്, ഇഖ്ലാസോട് കൂടിയിട്ടുള്ളതല്ലാത്തതൊന്നും അള്ളാഹ് സ്വീകരിക്കൂല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇന്നല്ലാഹ ലാ യഖ്ബൽ, തീർച്ചയായിട്ടും അള്ളാഹ് സ്വീകരിക്കേയില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ഞായറാഴ്ചകളും നമുക്കുള്ള വിചാരണകളാണ്. നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. ഇനി അവസാനമായിട്ട് ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ഒരു ചരിത്രം. സുബ്ഹാനല്ലാഹ്. ആ 3 വ്യക്തികളും അവര് എന്താ പറയണത്, അവര് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായി ചെയ്ത കാര്യം എടുത്തിട്ട് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത് എന്താ, ഫഇൻ ഖുൽത ഫഅൽത ദാലിക ബിതിഗാഅ വജ്ഹിക ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീ. എന്താ പറഞ്ഞത്? റബ്ബേ, ഈ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് നിന്റെ വജ്ഹ് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്തതെന്ന് നിനക്ക് ബോധ്യമാവുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു എന്താ പറയാ ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഫർജ് തരണേ, ഞങ്ങൾക്ക് തുറവി തരണേന്ന്. ഗുഹ തുറന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഈ ഒരു സമയത്ത് പൊടുന്നനെ നമ്മളൊരു ഭയങ്കര മുസീബത്തിൽ അകപ്പെടുകയാണ്. അള്ളാഹ്, എനിക്ക് വേണ്ടി മാത്രമേ ഞാൻ ചെയ്തതായിരുന്നത്, വേറൊരാൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അള്ളഹാനോട് പ്രാർത്ഥിച്ച് ആ ഒരു മുസീബത്തിനെ നീക്കാൻ മാത്രമുള്ള എന്ത് അമലാണ് നമ്മളടുത്തുള്ളത്? അങ്ങനെ എത്ര അമലുകൾ നമ്മളടുത്തുണ്ട്? ഇത് രണ്ടും നമ്മൾ ചോദിക്കണം. വെറുതെ കേട്ട് പോവരുത് എന്ന് ആദ്യം ഈ പറയുന്ന എന്നോട് തന്നെ ഞാൻ ഭയത്തോട് കൂടിയിട്ട് പറയാണ് ഈ ഒരു വിഷയം. അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും വളരെ വിനയത്തോടും ഭയത്തോടും കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളിലേക്ക് ഉയർത്താൻ റബ്ബിന് മാത്രമായി ചെയ്ത അമലുകൾ എന്താണ് നമ്മളെ കയ്യിലുള്ളത്? അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഇഖ്ലാസ് എന്നുള്ളത് എന്താണെന്ന് അറിയോ? അത് നമ്മളെ ലെവൽ ഉയർത്തും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായി കാണാൻ പറ്റും, തീർച്ചയായിട്ടും ഒരാള് അവന്റെ അള്ളാന്റെ റബ്ബിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു അമൽ ചെയ്തു കഴിഞ്ഞാല് അതുമൂലം അവന്റെ ദറജ ഉയരുകയും അവന്റെ ആ ഒരു ലെവൽ ഉയർത്തുകയും ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ ഏതൊരവസ്ഥയിലും നമ്മുടെ ഇഖ്ലാസിനെ നമ്മൾ പരിശോധിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തില് ഉള്ള ഈ ഒരു യാത്രയില് അള്ളാഹിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്ര നമുക്ക് ഉണ്ടാവരുതേ എന്ന് ആദ്യം എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും പറയാണ്. പ്രിയപ്പെട്ടവരെ, വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോവാൻ പറ്റും നിങ്ങൾ കരുതുന്നുണ്ടോന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് ചെറിയ കാര്യം, ചെറിയ ചോദ്യമൊന്നുമല്ല. വെറുതെ നിങ്ങൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചത് ചെറിയ ചോദ്യമല്ല. ഹസിബത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തവണ അല്ല ചോദിച്ചത്, ഒന്നിൽ കൂടുതൽ തവണ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായി കൊണ്ട് ചോദിച്ച ചോദ്യമാണതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിഗൗരവമുള്ള വിഷയമാണ്. നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് കുറെ എന്താ പറയാ എന്താണ് ഈ ദുനിയാവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അയച്ചിട്ടുള്ളത്. സ്ത്രീകളാണെങ്കിൽ കുറച്ച് പഠിച്ച് പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി തിന്ന് സുഖിച്ച് രമിച്ച് അങ്ങനെ മണ്ണായി തീരാനല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അങ്ങനെ ആണെങ്കിൽ അതിൽ നമ്മൾ എക്സലൻസ് ആവണം. നമ്മുടെ അമലുകൾ, ആദത്ത് എന്ന് പറഞ്ഞാൽ ഡെയിലി റുട്ടീനാണ്. അതുപോലെ നമുക്ക് ഇബാദത്താക്കാൻ പറ്റണം. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ഖൗമ് നാളെ അള്ളാഹിനോട് പറയും, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹാ ഇന്നാ മൂഖിനൂൻ. അള്ളാഹ്, ഞങ്ങൾ ഇതൊക്കെ കണ്ട്, ഞങ്ങൾക്ക് ഇതൊക്കെ കേട്ട്, ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. അള്ളാഹ്, ഒന്ന് തിരിച്ചിട്ടാ മതി. ഞങ്ങൾ ദൃഢ
വിശ്വാസമുള്ളവരാണ് അള്ളാഹ്, യഖീനുള്ളവരാണ് അള്ളാഹ്. പക്ഷെ അള്ളാഹ് എന്താ പറഞ്ഞത്? വെറും വാക്കാണ്. അള്ളാഹ് അങ്ങനത്തെ ഒരു ചാൻസ് തരൂല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമലുകൾ ഖാലിസാക്കിക്കൊണ്ട് മാറ്റാൻ അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അത് കറ കളഞ്ഞതായിരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവനോട് പ്രാർത്ഥിക്കുക, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. ഇപ്പൊ ഒരു എക്സാമ്പിളും കൂടെ പറയാം. നമ്മളെ വീട്ടിലൊക്കെ കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ? സുബ്ഹാനല്ലാഹ്, എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിന് പഠിക്കുന്ന കുട്ടികൾ നമ്മളെ വീട്ടിലോ നമ്മൾ കണ്ടിട്ടോ ഉണ്ടാവും അല്ലെ? സുബ്ഹാനല്ലാഹ്, ഓരെങ്ങനെയായിരിക്കും പഠിക്കണുണ്ടാവുക? അവർക്ക് ആ ഒരു എൻട്രൻസ് എന്നുള്ള ആ ഒരു എയിം ഉണ്ടാവും. എയിംസിൽ ഫസ്റ്റ് റാങ്ക്, എയിംസിൽ കിട്ടണം, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടണം. അവിടൊക്കെ കിട്ടണമെങ്കിൽ 200-ോ 300-ോ ഉള്ളിൽ റാങ്ക് വേണ്ടി വരും. ഓൾ ഇന്ത്യയിൽ ഇന്ന റാങ്ക് വേണം. എന്നിട്ടോ ഓരെന്താ ചെയ്യുക? തിന്നാനും കുടിക്കാനും ഒന്നും ഉണ്ടാവില്ല. ഒരു റൂമും ഒരു മലയോളം ബുക്കും ഉണ്ടാവും. എന്നിട്ട് എന്നും എക്സാം എഴുതാനുണ്ടാവും, എന്നും ക്ലാസ് എഴുതാനുണ്ടാവും. അവര് ആ എക്സാം കൊണ്ട് കഴിയുമ്പോഴത്തേനും ഓരോ കണ്ണും മോറും കാണേണ്ടി വരും. ഞാൻ പറയണത് വെറുതെ അല്ലല്ലോ. കൺതടൊക്കെ കറുത്ത്, കവിളൊക്കെ ചിലപ്പോ ഒട്ടിയിട്ടുണ്ടാവും. പിന്നെ ചിലപ്പം രൂപത്തിന്റെ ഒക്കെ കോലൊക്കെ മാറിയിട്ടുണ്ടാവും. അവർ അത്രയും കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതൊരിക്കലും എന്തൊരു കഷ്ടാണ്, എന്നും പഠിക്കണ്ടേന്ന് ആ പഠിതാക്കൾക്ക് ഒരിക്കലും തോന്നില്ല. കാരണം അത് അവരെ പാഷനാണ്. അതുകൊണ്ട് അവരെ ഉറക്കൊഴിച്ചു, അവര് ഭക്ഷണം ചുരുക്കി, അവര് കഠിനമായി അവരെ ട്രെയിൻ ചെയ്തെടുത്തു. എക്സാം എന്ന് കേൾക്കുമ്പോത്തിന് അറപ്പുള്ളവരായിരിക്കും അതിന് മുന്നേ അവര്. എക്സാം എന്ന് കേൾക്കുമ്പോത്തിന് പേടിയാണ്. ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്ത് അവരെന്ത് ഭയങ്കര ഷാർപ്പാക്കി ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ഭയങ്കര അതിനു വേണ്ടിയിട്ട് കോൺസെൻട്രേഷന് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യണു. പിന്നെ എന്താ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കണു. പിന്നെ എന്തൊക്കെ ചെയ്യും അല്ലെ? സുബ്ഹാനല്ലാഹ്, ദുനിയാവാണ് അല്ലെ? ഇതിനു വേണ്ടി ഇത്രയേറെ കഷ്ടപ്പെടുന്നത് എന്താണ്? 1-2 വർഷത്തെ കഠിന പരിശ്രമം അവർ നടത്തും. 5 വർഷത്തെ ആ ഒരു നല്ല സ്റ്റാൻഡേർഡുള്ള, ഇനി നമ്മളെ കരിയറിൽ ഈ ദുനിയാവിൽ നമുക്ക് നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അധ്വാനിച്ച ആ ഒരു വർഷം, സുബ്ഹാനല്ലാഹ്, അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല. എറ്റേണൽ എന്താ പറയാ, അനശ്വരമായ ഒരു ലോകത്തിന് വേണ്ടി നമ്മൾ എന്ത് പരിശ്രമം അങ്ങനെ നടത്തിയത്. എന്നാലോചിച്ച് നോക്കി, എൻട്രൻസിന്റെ എക്സാമിന്റെ അത്രയും കഠിനമായി പരിശ്രമിച്ച നമ്മളെ വീട്ടിലെ എൻട്രൻസിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസിന്റെ ഇഖ്ലാസ് പോലെ നമുക്കുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇഖ്ലാസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതാണ്. ഇഖ്ലാസുള്ള അമലുകൾ മാത്രമാണ് അള്ളാഹ്ക്ക് വേണ്ടത് എന്നുള്ളത് അതിനോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞതിൽ എന്തെങ്കിലും പിഴവുകൾ വരുന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ തിരുത്താം. ഹാൻഡ് റൈസ് ചെയ്യാം, കമന്റ് ചെയ്യാം. വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതിലുള്ളത് അത്രയേറെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. തിരുത്തുക തന്നെ വേണം. പറഞ്ഞതിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ശൈത്താനിൽ നിന്നും എന്റെ പിഴവ് മൂലമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകട്ടെ. എന്തെങ്കിലും ഹക്കായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നുള്ളതാണ്. ഏറ്റവും ഇഖ്ലാസോട് കൂടിയിട്ട് അമല് ചെയ്യുന്ന മുത്തഖീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. قولوا قولي هذا فاستغفر الله لي ولكم ولسائر المسلمين فاستغفروا إنه هو الغفور الرحيم. جزاكم الله خيرا. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. إن شاء الله 8:22 ഒരു 10 മിനിറ്റാണ് ഇത്തവണ